ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ-സ്മാർട്ട് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായി വ്യോമസേന ഹെലികോപ്റ്ററുകൾ പരിശീലന പറക്കൽ നടത്തി. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് വി.ആർ. സുധീഷ്. കോഴിക്കോട് വനിതാ സെൽ ഓഫീസ് മാറ്റം ആശങ്കയിൽ. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 27 കേരള ആർമി ബറ്റാലിയൻ NCCയുടെ വാർഷിക ദശദിന ക്യാമ്പ് ലക്കിടിയിൽ നടന്നു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കെ-സ്മാർട്ട് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. റൺസ്ഫെഡ് ജില്ലാ സമ്മേളനം കോഴിക്കോട് നടന്നു. പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന കെ-സ്മാർട്ട് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നേരത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ മാത്രം നടപ്പിലാക്കിയ പദ്ധതി പഞ്ചായത്തുകളിൽ കൂടി നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും പലതവണ നീട്ടിവെക്കുകയായിരുന്നു. 2008 മുൻപ് മണ്ണിട്ട് നികത്തിയ ഭൂമിയുടെ ഡാറ്റ ബാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. റോഡിന് സമീപം മണ്ണിട്ടു നികത്തിയ ഭൂമിയിൽ നിയമ തടസ്സമില്ലെങ്കിൽ കെട്ടിട അനുമതി നൽകണം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവ് പ്രതീക്ഷിച്ച് നൽകിയ അപേക്ഷകളിൽ പരിഹാരം കാണണം എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കെ-സ്മാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പല പോരായ്മകളും ഉണ്ടാവും. സ്വാഭാവികമാണ്. അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല ഈ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. കാരണം അത് നല്ല നിലയിൽ കൊണ്ടുപോകണം. അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്കും നല്ലതാണ്, ഡിപ്പാർട്ട്മെൻറ്റും നല്ലതാണ്. അഴിമതി ഒരു പരിധി വരെ അവസാനിപ്പിക്കാനും കഴിയും. നമ്മൾ അഴിമതിക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താ നാട്ടിലെ അവസ്ഥ? അപ്പോഴും വില്ലേജ് ഓഫീസറെ പിടിച്ചതുകൊണ്ടാണ് 10 ലക്ഷം റുപ്യ തരംമാറ്റത്തിന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. കോർപ്പറേഷൻ ഓഫീസിൽ മോശമല്ല. 25 ലക്ഷം റുപ്യ ചോദിച്ച കേസ് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ ഒക്കെ പറയാനുണ്ട്, പരസ്യം ഇത് കുറച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളമാർ വെടിവെച്ച് വന്നു. കാരണം എവിടേക്ക് എത്തി നിൽക്കുന്നു നമ്മളെന്നുള്ളതാണ്. ഈ അത്യാധുനിക കാലഘട്ടത്തിൽ പോലും ഇപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ശമ്പളമില്ലേ സത്യത്തിൽ. ജില്ലാ പ്രസിഡന്റ് K. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. റൺസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S. ബാബു, KV മസൂദ്, ജില്ലാ സെക്രട്ടറി P. പ്രമോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി KP സുമിത്, C. വിജയകുമാർ, K. മനോജ്, ബീന തോമസ്, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായി വ്യോമസേന ഹെലികോപ്റ്ററുകൾ പരിശീലന പറക്കൽ നടത്തി. ജനുവരി 4, 5 തീയതികളിലാണ് ബേപ്പൂരിൽ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. ജനുവരി 4, 5 തീയതികളിൽ നടക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 4ാം സീസണിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന എയർ ഷോയുടെ മുന്നോടിയായി വ്യാഴാഴ്ച ബേപ്പൂർ മറീന ബീച്ചിൽ ഹെലികോപ്റ്ററുകൾ പരിശീലന പറക്കൽ നടത്തി. വ്യോമസേനയുടെ കോയമ്പത്തൂർ സുലൂരിലെ 43 വിങ്ങിൽ നിന്നുള്ള ദി ഗ്രേറ്റ് സാരംഗ്സ് എന്ന വിളിപ്പേരുള്ള 3 ഹെലികോപ്റ്ററുകളാണ് വൈകിട്ട് 4 മണിയോടെ ബേപ്പൂരിന്റെ ആകാശത്ത് പരിശീലനം നടത്തിയത്. കോസ്റ്റ് ഗാർഡ്, പോലീസ്, അഗ്നിരക്ഷാ സേന, ആരോഗ്യ വിഭാഗം എന്നിവയുടെ യൂണിറ്റുകളെല്ലാം സ്ഥലത്തുണ്ടായിരുന്നു.
വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡും വാട്ടർ ഫെസ്റ്റിൽ പങ്കാളികളാകുന്നുണ്ട്. ഫെസ്റ്റിന്റെ 2 ദിവസങ്ങളിലും രാവിലെ 9 മുതൽ 5 മണി വരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനെത്തും. പ്രദർശനം സൗജന്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് VR സുധീഷ്. കേശവപുരി ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്ന് പ്രമുഖ സാഹിത്യകാരൻ VR സുധീഷ് പറഞ്ഞു. കേശവപുരി ഹിന്ദു സേവാ കേന്ദ്രം അത്താണിക്കൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മന്നം ജയന്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുദേവൻ സമാരംഭം കുറിച്ച നവോത്ഥാനത്തിന്റെ കൈവഴികളിൽ നിന്നും ലഭിച്ച ഊർജമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. 150 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ നായർന്നോ നമ്പൂതിരിയെന്നോ പിള്ള എന്നോ ചേർക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ നമ്പൂതിരി, അദ്ദേഹം പിള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തെ ചേർത്തി അങ്ങനെ ഒരു വാല് തന്റെ പേരിന്റെ കൂടെ അദ്ദേഹം കൊണ്ടു നടന്നു. അദ്ദേഹം മന്നത്ത് പത്മനാഭൻ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെട്ടു. അങ്ങനെ ലോകത്തോട് പറഞ്ഞു. എന്നിട്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും തന്റെ സമുദായത്തിനകത്തുള്ള എന്തൊക്കെ ദുരാചാരങ്ങളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതാണ് മന്നത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പരിപാടിയിൽ കേശവപുരി ഹിന്ദു സേവാ കേന്ദ്രം ചെയർമാൻ സുധീഷ് കേശവപുരി അധ്യക്ഷത വഹിച്ചു. മഹാഗുരുവിന്റെയും ചൈതന്യസ്വാമികളുടെയും പാദസ്പർശം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ ഗുരുവിന്റെ വിദ്യാഭ്യാസ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് രൂപം നൽകാൻ വേണ്ടി സാധിച്ചു. അത്തരത്തിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം 2007 ഈ ഒരു കെട്ടിടവും ഈ സ്ഥാപനവും കൊണ്ട് സമർപ്പിക്കപ്പെട്ടത്. SNDP യോഗം കോഴിക്കോട് യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, PK ഭരതൻ, KV ശോഭ, ലീല വിമലേഷൻ, മണി VP, പാർത്തൻ PK, മനോജ്, രഞ്ജിത്ത് K, സ്മിത MT എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 27 കേരള ആർമി ബറ്റാലിയൻ NCCയുടെ വാർഷിക ദശദിന ക്യാമ്പ് ലക്കിടിയിൽ നടന്നു. സമാപന ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 27 കേരള ആർമി ബറ്റാലിയൻ NCCയുടെ വാർഷിക ദശദിന ട്രെയിനിംഗ് ക്യാമ്പ് ലക്കിടി ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ വെച്ച് പൂർത്തീകരിച്ചു. സമാപന ചടങ്ങിൽ ക്യാമ്പ് കമാൻഡന്റ് ക്യാമ്പിൽ നടത്തിയ വിവിധ മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കുകയും സമാപന സന്ദേശം നൽകുകയും ചെയ്തു. പാലക്കാട് 27 കേരള ആർമി ബറ്റാലിയൻ NCCക്ക് താഴെയുള്ള വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി സീനിയർ ഡിവിഷൻ, സീനിയർ വിംഗ്, ജൂനിയർ ഡിവിഷൻ, ജൂനിയർ വിംഗ് എന്നീ വിഭാഗങ്ങളിലായി 500ഓളം കേഡറ്റുകൾ പങ്കെടുത്തു.
ഒരു ഓഫീസർ, 6 അസോസിയേറ്റ് NCC ഓഫീസർമാർ, 4 JCO, 5 സ്ഥിരം ഇൻസ്ട്രക്ടർമാർ, 11 സിവിലിയൻ ഉദ്യോഗസ്ഥർ എന്നിവർ സേവനമനുഷ്ഠിച്ചിരുന്നു. 22 റൈഫിൾ ഉപയോഗിച്ച് എല്ലാ സൈനിക ആയുധ പ്രവർത്തനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കേഡറ്റുകളെ വരാനിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്നതിനും ദേശീയ ക്യാമ്പുകളായ തൽസൈനിക് ക്യാമ്പ്, ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പ്, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം മുതലായ എൻട്രികൾക്കും വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് നൽകി. പരേഡ് ഡ്രിൽ, ആയുധ പരിശീലനം, മാപ്പ് റീഡിംഗ്, ഇൻഡോർ, ഔട്ട്ഡോർ ക്ലാസുകളായ ഫയർ ആൻഡ് സേഫ്റ്റി ഇവാക്വേഷൻ രീതികൾ, ദുരന്ത നിവാരണം, ആന്റി നാർക്കോട്ടിക് ക്ലാസ്, കരിയർ വികസനം, വ്യക്തിഗത ആരോഗ്യം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി. കൂടാതെ ക്രിസ്തുമസ് ആഘോഷവും കേഡറ്റുകൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും ക്യാമ്പ് ദിനങ്ങളിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വനിതാ സെൽ ഓഫീസ് മാറ്റം ആശങ്കയിൽ. സൗകര്യപ്രദമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന വനിതാ സെല്ലിന്റെ പ്രവർത്തനം നിലവിലെ കെട്ടിടത്തിലെ താഴത്തെ ഓഫീസിൽ നിന്നും സൗകര്യപ്രദമല്ലാത്ത മുകൾ നിലയിലേക്ക് മാറ്റാനുള്ള നീക്കം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് സൗകര്യം പരാതിക്കാരായി എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഏറെ സൗകര്യമാണ്. എന്നാൽ മുകൾ നിലയിൽ വേണ്ടത്ര സൗകര്യമില്ലാത്തതും പരാതിക്കാർക്ക് എത്തിപ്പെടാൻ പ്രയാസം നേരിടുന്നതായും ചൂണ്ടിക്കാട്ടി. പോലീസ് മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലായിരുന്നു സെല്ല് പ്രവർത്തിച്ചിരുന്നത്. മ്യൂസിയത്തിന് സ്ഥല സൗകര്യം നൽകുന്നതിനായി നിലവിലെ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഓഫീസ് വനിതാ സെൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റമെന്നാണ് വിവരം. എന്നാൽ മുകൾ നിലയിൽ സൗകര്യമില്ലാത്തയിടത്ത് വനിതാ സെൽ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. ഈ ആശങ്ക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിക്കുന്നതിനിടെ വനിതാ സെല്ലിലെ ഓഫീസ് സാമഗ്രികൾ മാറ്റാൻ തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പത്മശ്രീ ഡോക്ടർ KS മണിലാലിന്റെ നിര്യാണത്തിൽ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. അഹമ്മദ് ദേവർകോവിൽ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ജവഹർ നഗർ റെസിഡൻസ് അംഗവുമായ ഡോക്ടർ KS മണിലാലിന്റെ നിര്യാണത്തിൽ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ അനുശോചന യോഗം മുൻ മന്ത്രിയും MLAയുമായ അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ എല്ലാ രംഗങ്ങളിലും ശ്രദ്ധേയമായ സംഭാവനകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയത്തക്ക നേട്ടമാണ്. കേരള ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിന്റെ ഒരു ഏട് വീണ്ടെടുക്കാൻ ജീവിതം സമർപ്പിച്ച് നടത്തിയ പ്രവർത്തനത്തിനായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് ജീവിച്ച ഈ മഹാനുഭാവനായ മനുഷ്യനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിലനിൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന നമ്മുടെ അസോസിയേഷന്റെ തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. കാരണം വരാനിരിക്കുന്ന നമ്മുടെ പുതുതലമുറക്ക് ഇത്തരം വ്യക്തികളെക്കുറിച്ച് പഠിക്കാനും അതിലൂടെ ജീവിതം അതേപോലെ ഞങ്ങൾക്കും വളരണം എന്നൊക്കെ ആഗ്രഹിക്കാനും അത്തരം മഹാമനുഷ്യന്മാരുടെ ഓർമ്മകൾക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യുന്നതും വർഷങ്ങൾ കൂടുമ്പോൾ എങ്കിലും അദ്ദേഹത്തെയൊക്കെ സ്മരിക്കുന്നതും ഗുണകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കിഴക്കേഭാഗം അധ്യക്ഷത വഹിച്ചു. ഒരു കാലത്ത് ഇന്ത്യൻ ഗവേഷകരുടെ അവഗണിക്കപ്പെട്ടിരുന്ന സസ്യവർഗ ശാസ്ത്രത്തിന് പുതുജീവൻ നൽകുവാൻ മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനം വഴിതെളിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ മഞ്ജു C. നായർ, ഗുരുവായൂരപ്പൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ KP രാജേഷ്, ഓൾ ഇന്ത്യ യൂക്കോ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K. ജഗദീഷ് അനുശോചന സന്ദേശങ്ങൾ നൽകി. ബേബി K. മാത്യു സ്വാഗതവും അഗസ്റ്റിൻ മാളികമംഗലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെന്റ് ജോസഫ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ജനുവരി 6 ആരംഭിക്കും. സെന്റ് ജോസഫ് സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററായിരുന്ന ഫാദർ ജോസഫ് കല്ലേപ്പള്ളിയുടെ ഓർമ്മയിൽ ഞങ്ങളൊരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തുകയാണ്. ടൂർണമെന്റ് നടത്തുന്നത് സ്കൂളും അതോടൊപ്പം തന്നെ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സാൻജോ ഔട്ട്റീച്ച് സർവീസ്, അവരും അതുപോലെ അച്ഛൻ്റെ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 6, 7, 8 ദിവസങ്ങളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. 17 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ആയിട്ടാണ് ടൂർണമെന്റ് നടക്കുന്നത്. 1986 മുതൽ 1996 വരെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന ഫാദർ ജോസഫ് കല്ലേപ്പള്ളിലച്ചന്റെ സ്മരണാർത്ഥം വിദ്യാർത്ഥികളും സാൻജോ ഔട്ട്റീച്ച് സർവീസും ചേർന്ന് ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. 17 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിനാണ് ടൂർണമെന്റ്. 8 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ നടത്തിപ്പ് 2000 വർഷത്തെ SSLC ബാച്ച് വിദ്യാർത്ഥികളാണ്. സ്കൂൾ ബാസ്കറ്റ്ബോൾ കോർട്ടാണ് മത്സരവേദി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം 6 തിങ്കളാഴ്ച 2:45 കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിക്കും. 8 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അഹമ്മദ് ദേവർകോവിൽ MLA വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. സമാപന സമ്മേളനത്തിന് മുമ്പായി സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും തമ്മിൽ പ്രദർശന മത്സരം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ MF ആന്റോ, സുനിൽ ജോസ്, ലാലി ജോസഫ്, സെബാസ്റ്റ്യൻ ജോൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 28ാമത് ദേശീയ സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ജനുവരി 4, 5 തീയതികളിൽ മാങ്കാവ് പ്രസ്റ്റീജ് സ്കൂളിൽ നടക്കും. കേരള ത്രോബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രസ്റ്റീജ് സ്കൂളിൽ വെച്ചാണ് നാളെയും മറ്റന്നാളുമായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ സ്പോർട്സ് ത്രോബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്റ്റീജ് സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 600ഓളം കുട്ടികൾ 19ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി 600ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കായിക മാമാങ്കമാണ് ഇത്. നാളെ രാവിലെ 9:30 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കലക്ടർ ആയുഷ് ഗോയൽ നമ്മുടെ മത്സരം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുമ്പായി മാങ്കാവ് ബൈപ്പാസിൽ നിന്ന് മാർച്ച് പാസ്റ്റ് ആരംഭിച്ച് പ്രസ്റ്റീജ് സ്കൂൾ വരെ മാർച്ചായി പോയി കുട്ടികളെ സ്കൂളിലെത്തി അവിടെ നിന്നും നമ്മുടെ കേരളീയ സാധാരണ ശൈലിയുള്ള കലാനൃത്യങ്ങളും മറ്റുമായി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. 28ാമത് ദേശീയ സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അമ്മച്ചർ ത്രോബോൾ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ പ്രസ്റ്റീജ് പബ്ലിക് സ്കൂളിന്റെ ഇൻഡോർ ഗ്രൗണ്ടിൽ ജനുവരി 4, 5 തീയതികളിലായി നടത്തും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 600-ൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസും പങ്കെടുക്കും. 4-ാം തീയതി രാവിലെ 9 മണിക്ക് മാങ്കാവിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് പാസ്റ്റ് സ്കൂൾ അങ്കണത്തിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ത്രോബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ S. മണി, സെക്രട്ടറി ജനറൽ ഗോവിന്ദരാജ്, പ്രിൻസിപ്പൽ നിയാസ് ചിറക്കര, യൂനുസ് അലൂർ എന്നിവർ പങ്കെടുത്തു. ഈ മത്സരം ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയ തലത്തിൽ നടത്തുന്ന ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് അസോസിയേഷന്റെ ഫർണിച്ചർ എക്സ്പോ ജനുവരി 4, 5, 6 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. ഫർണിച്ചർ വ്യാപാരികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം.
ഏകദേശം 60-70% ഫർണിച്ചർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇത്തരം ഫർണിച്ചറുകൾ നമ്മളിവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം വരുത്താൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ 5ാമത്തെ എക്സിബിഷനാണ്. 4 ഈ ട്രേഡ് സെന്ററിൽ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫർണിച്ചർ എക്സ്പോ നടത്തുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 500 കോടി രൂപയുടെ ബിസിനസ് നടക്കുമെന്നാണ്. കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ഏകദേശം ഒരു 300 കോടി രൂപയുടെ ബിസിനസ് B2B ബിസിനസ് ടു ബി ബിസിനസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കോട്ടക്കൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം മാനുഫാക്ചേഴ്സിൻ്റെ അവരുടെ നിർമ്മാണം ഏകദേശം കേരളത്തിലെ ഒരു 80-90% മാനുഫാക്ചേഴ്സ് ആവശ്യമായ ഫർണിച്ചറുകൾ ആ ഭാഗത്തു നിന്നാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബേസ്ഡാണ് രൂപീകരിച്ചതെങ്കിൽ പോലും ഇന്ത്യയിലെ എല്ലാ മാനുഫാക്ചേഴ്സിനും അവരുടെ പുതിയ ബ്രാൻഡുകൾ പരിചയപ്പെടുത്തുന്നതിനും അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പുതിയ ഡിസൈനുകൾ രൂപപ്പെടുത്തുന്നതിനും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിലുപരി നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഈ വ്യവസായം നൽകുന്ന മികച്ച പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും ഈ ഇൻഡസ്ട്രിയെ പുതിയ ഉണർവും ഉത്സാഹവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5ാമത്തെ എഡിഷൻ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഇടപാടുകാർക്കും നഗരവാസികൾക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ നടത്തിയ ഘോഷയാത്ര ലിങ്ക് റോഡ് പരിസരത്തു നിന്നും തുടങ്ങി ചാലപ്പുറത്തുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NCDC TVM റീജിയണൽ ഡയറക്ടർ ശ്രീധരൻ KN, ബാങ്ക് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് KP രാമചന്ദ്രൻ, G നാരായണൻകുട്ടി, PA ജയപ്രകാശ്, KT ബീരാൻകോയ, ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ-സ്മാർട്ട് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായി വ്യോമസേന ഹെലികോപ്റ്ററുകൾ പരിശീലന പറക്കൽ നടത്തി. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് VR സുധീഷ്. കോഴിക്കോട് വനിതാ സെൽ ഓഫീസ് മാറ്റം ആശങ്കയിൽ. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 27 കേരള ആർമി ബറ്റാലിയൻ NCCയുടെ വാർഷിക ദശദിന ക്യാമ്പ് ലക്കിടിയിൽ നടന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.